വിഗ്രഹത്തിന് ആധാരശിലയുമായുള്ള ബന്ധം ഉറപ്പിച്ചു നിർത്തുന്ന അഷ്ടബന്ധത്തിന് കാലപ്പഴക്കം കൊണ്ട് വിള്ളൽ വീഴുകയോ ചോർച്ചയുണ്ടാകുകയോ ചെയ്യുമ്പോഴാണ് അഷ്ടബന്ധ കലശം അല്ലെങ്കിൽ നവീകരണ കലശം നടത്തുന്നത്. ദിവസപൂജയുള്ള ക്ഷേത്രങ്ങളിലും മാസപൂജയുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിലും പ്രശ്നച്ചാർത്ത പ്രകാരമാണ് ഇത് നടത്തുക. വിഗ്രഹം പീഠത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് അഷ്ടബന്ധ മിശ്രിതം കൊണ്ടാണ്. അഭിഷേകദ്രവ്യങ്ങളായ പാല്, നെയ്യ്, ജലം തുടങ്ങിയവ കൊണ്ടും കാലാവസ്ഥാ വ്യതിയാനം മൂലവും അഷ്ടബന്ധക്കൂട്ട് ദ്രവിക്കാൻ സാധ്യതയുണ്ട്. ജ്യോതിശാസ്ത്രപ്രകാരം വ്യാഴം ഒരു രാശിചക്രം പൂർത്തിയാക്കുന്നത് 12 വർഷം കൊണ്ടാണ്. ഇങ്ങനെ വ്യാഴവട്ടത്തിനിടയിൽ പ്രകൃതിയിലും മനുഷ്യ ശരീരത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്ര ചൈതന്യത്തിനും ഈ കാലയളവിൽ ഒരു നവീകരണം ആവശ്യമാണെന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 12 വർഷം കൂടുമ്പോൾ നവീകരണ കലശം നടത്തിവരുന്നത്. അഷ്ടബന്ധം ഉറപ്പിക്കൽ വലിയ അധ്വാനം വേണ്ടിവരുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ആളുകൾ ചേർന്നാണ് അഷ്ടബന്ധക്കൂട്ട് തയ്യാറാക്കുന്നത്. തിടനാട്ടിൽ നിന്നെത്തിയ മൂസതുമാരാണ് ക്ഷേത്രത്തിലെ അഷ്ടബന്ധക്കൂട്ട് തയ്യാറാക്കിയത്. തിടനാട് മഹാദേവ ക്ഷേത്രത്തോളം പഴക്കമുള്ള പടിഞ്ഞാറേ നാരായണമംഗലത്ത് ഇല്ലത്തെ പരമേശ്വരൻ മൂസത്, കിഴക്കേ നാരായണമംഗലത്ത് ഇല്ലത്തെ പുരുഷോത്തമ ശർമ്മ എന്നിവരാണ് പ്രതിഷ്ഠാദിനത്തിൽ ഇത് തയ്യാറാക്കാനായി ക്ഷേത്രത്തിലെത്തിയത്. ഇവരിൽ പരമേശ്വരൻ മൂസത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. തിടനാട് ക്ഷേത്രത്തിലെ ശിവേലി ബിംബം കയ്യിലെന്തുന്നത് കിഴക്കേ നാരായണമംഗലം ഇല്ലത്തെ കുടുംബാംഗങ്ങളാണ്. 8 ദ്രവ്യങ്ങൾ കൃത്യമായ അളവിൽ ചേർത്തുണ്ടാക്കുന്നതിനാലാണ് ഇതിന് അഷ്ടബന്ധം എന്ന പേര് ലഭിച്ചത്. ശംഖുപൊടി, കോലരക്ക്, നല്ലെണ്ണ, ചെഞ്ചല്യം, കടുക്ക, ഭാരതപ്പുഴയിലെ വെളുത്ത മണൽ, നറുനെയ്, കാവിക്കല്ല് എന്നിവ കൃത്യമായ അളവിൽ ചേർത്ത് തടിച്ചുട്ടിക കൊണ്ട് ഇടിച്ചിടിച്ച് യോജിപ്പിക്കും. പഴയ അഷ്ടബന്ധക്കൂട്ട് ശ്രദ്ധാപൂർവം ഇളക്കി മാറ്റി വിഗ്രഹവും പീഠവും ശുചിയാക്കിയതിന് ശേഷമാണ് പുതിയ അഷ്ടബന്ധം വിഗ്രഹത്തിന് ചുറ്റും ഉറപ്പിക്കുന്നത്. തുടർന്ന് വിഗ്രഹത്തിലെ ചൈതന്യം വർദ്ധിപ്പിക്കാനായി പ്രത്യേക പൂജകളും കലശാഭിഷേകവും നടക്കും.